അടുത്തായി ജമ്മു കാശ്മീരിൽ തുടർച്ചയായി തീവ്രവാദി ആക്രമണങ്ങൾ നടക്കുന്നുണ്ട്. ഇതിൽ എയർഫോഴ്സിലെയും ആർമിയിലെയും ജവാന്മാർ വീരമൃത്യു വരിച്ചു. കണക്കുകൾ നോക്കിയാൽ അറിയാം, ജമ്മുവിൽ 40%, കാശ്മീരിൽ 60% ഭീകരാക്രമണം നടന്നിരിക്കുന്നു. എന്തുകൊണ്ടാണ് വർദ്ധിച്ച തോതിലുള്ള ഈ ഭീകരാക്രമണം എന്ന് എല്ലാവർക്കും അറിവുള്ളതാണ്. ജമ്മു കാശ്മീരിൽ നടക്കാൻ പോകുന്ന അസംബ്ലി ഇലക്ഷനിൽ പ്രദേശവാസികളുടെ പ്രാതിനിധ്യം കുറയ്ക്കണം. ഈ ശ്രമങ്ങളുടെ ഭാഗമായി ജനങ്ങളെ ഭയപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടെയാണ് ഇന്ത്യൻ സൈനികർക്ക് നേരെ പാകിസ്ഥാൻ ഭീകരർ നിരന്തരം ആക്രമണം അഴിച്ചുവിട്ടുകൊണ്ടിരിക്കുന്നത്. ഇവർ ആഗ്രഹിക്കുന്നത് കാശ്മീരിലെ ജനങ്ങൾ ഇന്ത്യൻ ഡെമോക്രസിയുമായി അകലം പാലിക്കണമെന്നാണ്. ഇതിലൂടെ വിഘടനവാദം എന്ന ആശയം കാശ്മീരിലെ ജനങ്ങളുടെ മനസ്സിൽ എന്നെന്നും നിലനിൽക്കുകയും ചെയ്യും. കാശ്മീരിലെ ജനത ജനാധിപത്യത്തിലേക്ക് പോവുകയാണെങ്കിൽ പാകിസ്ഥാൻ സ്വപ്നം കണ്ട ആ കാശ്മീർ ഒരിക്കലും യാഥാർത്ഥ്യമാകില്ലെന്ന് അവർക്കറിയാം. എന്ത് പ്രശ്നമുണ്ടെങ്കിൽ വോട്ട് ചെയ്ത് പരിഹരിക്കാം എന്ന നിലപാടിലേക്ക് അവർ എത്തും. ജമ്മു കാശ്മീരിൽ ഇലക്ഷൻ നടക്കാൻ പോവുകയാണെന്ന വാർത്ത വിദേശ മാധ്യമങ്ങളും ഏറെ പ്രാധാന്യത്തോടെയാണ് നൽകി വരുന്നത്. ആർട്ടിക്കിൾ 370 നീക്കിയിട്ട് 5 വർഷമായി. കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിലും റെക്കോർഡ് പോളിംഗ് ആണ് നടന്നത്. ചരിത്രം പരിശോധിച്ചാൽ ജമ്മു കാശ്മീരിൽ ഇത്രയധികം ആൾക്കാർ വോട്ട് രേഖപ്പെടുത്തുന്ന പതിവേ ഇല്ല. എന്നാൽ ഇത്തവണ പതിവിന് വിപരീതമായി 51% പേരാണ് സമ്മതിദാനം രേഖപ്പെടുത്താനായി പുറത്തു വന്നത്. ഈ മാറ്റമാണ് പാകിസ്ഥാനെ ഏറെ ഭയപ്പെടുത്തുന്നത്. ഈ ട്രെൻഡ് തുടരുകയും 55-60% പേർ വോട്ട് രേഖപ്പെടുത്താനും വരികയാണെങ്കിൽ പാകിസ്ഥാൻ നടത്തിക്കൊണ്ടിരിക്കുന്ന ഇരവാദം വെറുതെയാകും. ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റിക്കും കാശ്മീരിലെ ജനങ്ങൾക്ക് ഇന്ത്യൻ ഡെമോക്രസിയോട് എന്ത് നിലപാടാണുള്ളതെന്ന് ബോധ്യപ്പെടുകയും ചെയ്യും. അതേസമയം ജമ്മു കാശ്മീർ DGP RR സ്വൈനിന് വലിയ ഉത്തരവാദിത്തമാണ് വന്നു ചേർന്നിരിക്കുന്നത്. ഇലക്ഷന് മുൻപും ഇലക്ഷന് ശേഷവും സ്ഥിതിഗതികൾ സുരക്ഷിതമാക്കുക എന്നത്. ഇദ്ദേഹം വെളിപ്പെടുത്തുന്നത് പാകിസ്ഥാനെ ഇപ്പോൾ ലോക്കലായി ആളുകളെ റിക്രൂട്ട് ചെയ്യാനാകുന്നില്ല. മുൻപ് ഇവിടെയുള്ള ചെറുപ്പക്കാരെ പ്രലോഭനങ്ങൾ നൽകി ഭീകരാക്രമണത്തിനായി പ്രയോജനപ്പെടുത്തുകയായിരുന്നു. എന്നാൽ സ്ഥലവാസികൾക്കിപ്പോൾ പാകിസ്ഥാൻ സർക്കാരിനോട് തീരെ മതിപ്പില്ല. അതുകൊണ്ടിപ്പോൾ പാകിസ്ഥാന്റെ വടക്ക് ഭാഗത്തുള്ളവർക്ക് ട്രെയിനിങ് നൽകി ഭീകരപ്രവർത്തനത്തിനായി ഇറക്കുകയാണ്. വരുന്ന ഇലക്ഷന് തടയിടാനായി 600 ഭീകരരെ പാകിസ്ഥാൻ ഇങ്ങോട്ടേക്ക് കടത്തിവിട്ടു എന്നാണ് ലഭിക്കുന്ന വിവരം. ഈ തീവ്രവാദികളെ സംബന്ധിച്ച് സ്വർഗത്തിൽ ലഭിക്കാൻ പോകുന്ന ഹൂറുകളെയും സ്വപ്നം കണ്ടുകൊണ്ടാണ് എന്തും ചെയ്യാനായി ഇറങ്ങിത്തിരിച്ചിരിക്കുന്നത്. നമ്മളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ സൈനികരുടെ ജീവൻ ഏറെ വിലപ്പെട്ടതാണ്. അതുകൊണ്ട് 3 ഘട്ടങ്ങളായി വളരെ വേഗത്തിൽ ജമ്മു കാശ്മീരിലെ ജനങ്ങൾക്ക് തങ്ങളുടെ സമ്മതിദാനം രേഖപ്പെടുത്താനുള്ള സംവിധാനമാണ് ഒരുക്കിയിരിക്കുന്നത്. ഇതിനായി ഈ മേഖലയിലുള്ള സുരക്ഷാ സംവിധാനം ഡിഫൻസ് മിനിസ്റ്റർ രാജ്നാഥ് സിംഗ് മുൻപത്തേക്കാൾ ശക്തിപ്പെടുത്തിയിട്ടുണ്ട്. ഇതിനർത്ഥം പാകിസ്ഥാൻ കടത്തിവിടുന്ന ഭീകരർക്ക് എത്രയും പെട്ടെന്ന് ഹൂറിയുടെ അടുത്തേക്ക് എത്താനുള്ള സൗകര്യം ലഭിക്കും എന്ന് തന്നെയാണ്.